ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമായിട്ടാണ്. പഴവും മുട്ടയും വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടെ ഇതിങ്ങനെ കഴിച്ചിരിക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികളെ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം തൊലിയൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴം നമുക്ക് ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാവുന്നതാണ്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് നെയ്യിലൊന്നിങ്ങനെ വാട്ടിയെടുക്കാനുള്ളതാണ്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇവിടെ നല്ല ഫൈനായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ബേക്കിംഗ് സോഡയല്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ പകുതി ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, പകുതിയായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഓവർ തിക്കാവാൻ പാടില്ല, ഒരു പോറിങ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/4 കപ്പ് മൈദയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസാവാനും പാടില്ല, എന്നാൽ അധികം തിക്കാവാനും പാടില്ല. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇതിൻ്റെ പകുതി ഞാൻ വേറൊരു ബൗളിലോട്ടാക്കി വെക്കുന്നുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായ ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് റൈസിൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ചേർത്തിട്ട് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. കളറൊന്നും ചേഞ്ച് ആവണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ, അത് 2 ബാച്ചായിട്ട് ഇട്ടിട്ട് ഞാനൊന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. രണ്ടാമത്തെ ബാച്ചും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടാമത്തെ ബാച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്നിങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാറ്ററിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ എല്ലാം കവറാവുന്ന വിധത്തിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി ഒന്നിങ്ങനെ ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ കവറാവണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്തെടുത്താൽ മതി. പഴത്തിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള പഴം ഉണ്ടല്ലോ, അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ 3 പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പം കുറച്ചായതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ബാറ്റർ കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ തന്നെ ഇത് പൊങ്ങി വന്ന് നന്നായിട്ട് തന്നെ കവറായി കിട്ടിക്കോളും. അതുകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ മൂടി ഇതുപോലുള്ളതാണെങ്കിൽ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മുതൽ 20 മിനിറ്റ് നേരത്തേക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, കയ്യിലൊട്ടുന്നൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ആദ്യം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വീണ്ടും ഈ പാനിലോട്ട് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി വെറും 1 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം, നമ്മൾ ഈ ഒരു റെസിപ്പി മുഴുവനായിട്ട് ഉണ്ടാക്കുന്നത് ലോ ഫ്ലെയിമിലാണ്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, ഒരു പഴയ തവയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ പാൻ വെച്ചിട്ട് അങ്ങനെയും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കരിഞ്ഞു പോകുന്നുള്ള പേടിയേ വേണ്ട. അപ്പോൾ ഇതിവിടെ തയ്യാറായിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ലൊരു കേക്കിൻ്റെ ടെക്സ്ചറൊക്കെയാണ്. എന്നാൽ കഴിക്കുന്ന സമയത്ത് കായ്പോളയുടെയൊക്കെ ആ ഒരു രുചിയാണ് കിട്ടുന്നത്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ചൂടുണ്ട്, ചൂടൊന്നും പോയിട്ടില്ല. നമുക്കിനിത് ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വെക്കാം.
ചൂട് നന്നായിട്ട് പോയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂട് മുഴുവനായിട്ടൊന്നും പോയിട്ടില്ല, ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ചൂട് മുഴുവനായിട്ട് പോയിട്ട് മാത്രം കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ചൂട് ചായയുടെ കൂടെയൊക്കെ ഈ ഒരു പീസ് മാത്രം മതിയാകും. ഇതിൻ്റെ പുറംഭാഗവും നല്ല നെയ്യിൽ മുരിഞ്ഞിട്ടുള്ള നല്ല പഴമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉള്ളിലും പഴത്തിൻ്റെ ലെയറൊക്കെ വരുന്നത് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ 3 പഴം ഉണ്ടെങ്കിൽ 3 പഴമൊക്കെ എടുക്കാം. അങ്ങനെയാകുമ്പോൾ നല്ലൊരു പഴത്തിൻ്റെ ഒരു ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെയ്യിൽ വാട്ടിയിട്ടുള്ള പഴമാകുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അതുപോലെ നെയ്യിൽ വറുത്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ അതും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ ഒരു പലഹാരം ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ അടിപൊളി പലഹാരമാണിത്. അതുപോലെ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് തയ്യാറാക്കി കൊടുക്കാനും സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.